നബി കുടുംബത്തിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ പല രീതിയിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമാകുന്ന സലാലയിൽ വഫാത്തായി കിടക്കുന്ന സാഹിബുൽ മിർബാത്ത് മുഹമ്മദ് ബിൻ അലി ഖാലിഖ് ഖസ്സം റളിയല്ലാഹു അൻഹു വരെയുള്ള മുത്തുനബിയുടെ സന്താന പരമ്പരകളെക്കുറിച്ചുള്ള പരാമർശമാണ്. അപ്പോൾ ആ ഒരു സന്താനങ്ങളെ എണ്ണി വരുന്നതിൽ ചില പ്രത്യേക പരാമർശിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മഹാന്മാരുടെ പരമ്പര എത്തി നിൽക്കുന്ന ചില മേഖലകൾ നമ്മൾ ചർച്ചയിൽപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇനി നമ്മൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കളിലേക്ക് പ്രവേശിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ 5 മക്കളിൽ 3 ആൺമക്കളിൽ മുഹ്സിൻ എന്ന് പറയുന്ന മകൻ ചെറിയ കൊച്ചാകുന്ന സമയത്ത് അഥവാ ചാപ്പിള്ളയായി മരണപ്പെട്ടു പോയതുകൊണ്ട് ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയാണ് നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെയുള്ള പരമ്പര ഇൻഷാ അല്ലാഹ് ചെറിയ നിലയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയാണ് നമ്മൾ പ്രധാനമായും ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം സാഹിബുൽ മിർബാത്ത് മുഹമ്മദ് ബിൻ അലി മഹാനവറുകളുടെ ഉപ്പാപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ്. എന്നാലും നമ്മൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറ്റ സഹോദരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട ഫാത്തിമ ബിയുടെ മൂത്ത മകനായ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളെക്കുറിച്ച് ശകലം നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ബദർ യുദ്ധത്തിൻ്റെ 2 ആഴ്ച മുമ്പ് ജന്മം കൊണ്ട മഹാനാണ്. ഹിജറ 49 റമദാൻ മാസത്തിൽ വഫാത്തായി പോയി. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട അഭിപ്രായമായി മഹാന്മാർ എടുത്തു പറഞ്ഞത് മാത്രമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. മഹാനവറുകളുടെ ഭാര്യ ജഅദ ബിന്തുൽ അഷ്അസ് എന്ന് പറയുന്ന ഭാര്യ വിഷം കൊടുത്തതിൻ്റെ പേരിലാണ് മഹാനവറുകൾ ഒരു രക്തസാക്ഷിയായിട്ട് മരണപ്പെട്ടു എന്ന് പറയാം. വിഷം തീണ്ടി മരണപ്പെട്ടതാണ്. അതുപോലെ പിന്നെ ജഅദയുടെ പിതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദ്ദായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. നമ്മുടെ കൂടുതൽ അത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ കടന്നു ചെല്ലുന്നില്ല. സാന്ദർഭികമായി ആ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പരമ്പരയും വളരെ ഹൃദയസ്പർക്കായ വലിയ സമൂഹത്തിൽ വലിയ സ്ഥാനം പിടിച്ചിട്ടുള്ള മഹാന്മാർ കടന്നു വന്ന പരമ്പരയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ചെറിയ നിലയ്ക്ക് അതും നമുക്ക് സൂചിപ്പിക്കാം.